ورحمة الله تعالى وبركاته. الحمد لله، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, മാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കട്ടെയോ? നിങ്ങളുടെ ശ്രദ്ധയെ അങ്ങ് ചരിത്രം പോലും ഇതിഹാസം എന്ന് പേരിട്ട് വിളിച്ച നാട്ടിലേക്കും നാളിലേക്കും ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് പ്രണയത്തിന്റെ ദാഹം. അതെ, പ്രണയത്തിന്റെ ദാഹം. ഹംദും സ്വലാത്തും ചൊല്ലി തിരിശത്താൽ തുടങ്ങുന്നേ, അബൂബക്കർ സിദ്ദീഖോരെ കിസ്സയോതുന്നേ, ഹുബ്ബിലലിഞ്ഞുള്ള അനുരാഗ ഗീതം പാടുന്നേ, റബ്ബേ റഹ്മത്താൽ കൃപയാലേ കബൂലാക്കണേ കബൂലാക്കണേ. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. മക്ക മുശ്രിക്കുകൾ കഅബക്കരികിലേക്ക് കാത് കൂർപ്പിച്ചിരുന്നു. അതെ, നല്ല പരിചയമുള്ള ശബ്ദം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദമാണത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നു വരികയാണ്. പ്രപഞ്ചത്തെ പോലും പ്രകമ്പനം കൊള്ളിച്ച മഹായുക്തം പ്രതിധ്വനികളായി പ്രകമ്പനം കൊണ്ടു. പ്രവാചക പ്രബോധന ചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധ ദീനിന്റെ പരസ്യ പ്രഖ്യാപനം. ഇത് കേട്ട് മണ്ണും വിണ്ണും പുളകിതമായി. പക്ഷേ ഖുറൈശികൾക്ക് ഇതൊട്ടും സഹിച്ചില്ല. കാടിളകി വന്ന കാട്ടുകടന്നലുകളെ പോലെ അവർ ഇറങ്ങി വന്നു. ഹുതുബ റബിയാണ് ഏറ്റവും ഫ്രണ്ടിലുള്ളത്. ക്രൂരനായ ഹുതുബ തന്റെ ചെരുപ്പൂരി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ചീറ്റപ്പുലിയെ പോലെ പാനെടുത്ത ഹുതുബ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ വന്ന് മുഖത്തൊരു ആനടിക്കുകയാണ്. അടിയുടെ ആഘാതത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിലത്തു വീണു. തൽക്ഷണം ബോധം പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, മൂക്കിൽ നിന്ന് രക്തം ധാരയായി ഒഴുകുന്നു. ഈ സമയമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രമായ ബനൂ തമീം ഗോത്രം അവിടേക്ക് കടന്നു വരുന്നത്. അവർ അട്ടഹസിച്ചു, ഹുതുബ, അബൂബക്കറിന് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ ഈ മണ്ണിൽ വെച്ചേക്കില്ല. രക്തമിൽ കോതിർന്ന സിദ്ദീഖോരെ വൽ ഹദ്റത്തിൽ കണ്ടു ഉമ്മുൽ ഹൈറവർ തളർന്നു സവിധത്തിൽ. രക്തമിൽ കോതിർന്ന സിദ്ദീഖോരെ വൽ ഹദ്റത്തിൽ കണ്ടു ഉമ്മുൽ ഹൈറവർ തളർന്നു സവിധത്തിൽ. ആറ്റലാം പൂമോനെ ഹുതുബ തല്ലി വീഴ്ത്തിയല്ലോ, കണ്ടു നിൽക്കാനാവതില്ല ഉമ്മയാണഞ്ഞല്ലോ. ആറ്റലാം പൂമോനെ ഹുതുബ തല്ലി വീഴ്ത്തിയല്ലോ, കണ്ടു നിൽക്കാനാവതില്ല ഉമ്മയാണഞ്ഞല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിശ്ചലമായ ശരീരത്തിന് മുന്നിൽ ഉമ്മു ഹൈറയായ ആ ഉമ്മ തളർന്നിരിക്കുകയാണ്. മോനെ എന്നിടറുന്ന ശബ്ദത്തിൽ നീട്ടി വിളിച്ചുകൊണ്ട് ആ ഉമ്മ ചാരയിരുന്ന് പൊട്ടി കരയുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. എങ്ങും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം മാത്രം. പെട്ടെന്നതാ ഒരാൾ വിളിച്ചു പറയുന്നു, അബൂബക്കർ കണ്ണു തുറന്നിരിക്കുന്നു, അബൂബക്കറിന് ബോധം വന്നിരിക്കുന്നു. പിന്നെ അവിടെ സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, ആനന്ദത്തിന്റെ അർപ്പ് വിളികളായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കുടിക്കാനുള്ള വെള്ളവുമായി ഉമ്മു ഹൈറ തന്റെ പാനീയവുമായി അങ്ങോട്ട് ചെന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടുകൾ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ തന്റെ കാതുകൾ ആ ചുണ്ടുകളിലേക്ക് ചേർത്ത് വെച്ചു. ആ സ്ത്രീ ഒരു നിമിഷം സ്തംഭിതയായി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഉമ്മ, എന്റെ ഹബീബ് എവിടെ? എന്റെ ഹബീബ് എവിടെ? എന്റെ ഹബീബിന് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല മോനെ. ഉമ്മ ജമീലിനോടൊന്ന് ചോദിച്ചു നോക്കൂ ഉമ്മ. ആ മകന്റെ ശാഠ്യത്തിന്റെ മുമ്പിൽ ആ ഉമ്മാക്ക് വഴങ്ങേണ്ടി വന്നു. ഉമ്മു ജമീൽ വന്നു. വീട്ടിലെ രംഗം കണ്ട് പൊട്ടി കരഞ്ഞു. എന്നിട്ട് അബൂബക്കർ തങ്ങളോട് പറഞ്ഞു, യാ അബൂബക്കർ, ഹബീബ് സുരക്ഷിതരാണ്. ഹബീബ് സുരക്ഷിതരായ അങ്ങ് ദാറുൽ അർഖമിലുണ്ട്. ആ പ്രവാചക സ്നേഹിയുടെ വാക്കുകേട്ട് മണ്ണും വിണ്ണും ധരിച്ചുപോയി. എന്താണത്? അരുധമ്മ പ്രിയം തന്ന നസീബിൻ
നിന്റെ സവിധത്തിൽ അണയും മുമ്പെനിക്കൊരു തുള്ളി നീർ പോലും താളിച്ചു നിന്നുപോയി. എനിക്കുള്ള പ്രിയം തന്ന അവിടുത്തോടണഞ്ഞിടുവാൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇത്രമാത്രം, ഉമ്മ എൻ്റെ ഹബീബിനെ കാണാതെ, എൻ്റെ ഹബീബിനെ നേരിൽ കാണാതെ ഒരിറ്റ് വെള്ളം പോലും ഞാൻ കുടിക്കുകയില്ല ഉമ്മ. പലരും പലതവണ നിർബന്ധിച്ചു നോക്കി, യാ അബൂബക്കർ കുറച്ച് വെള്ളം കുടിക്കൂ. ഇല്ല, എൻ്റെ ഹബീബിനെ കാണാതെ ഒരിറ്റ് വെള്ളം ഞാൻ കുടിക്കുകയില്ല. ആളിനക്കം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഉമ്മു ഹൈറയും ഉമ്മു ജമീലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എടുത്തുയർത്തി മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. അവശനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ രണ്ട് കൈകളും ചുമരുകളിലൂടെ ഇട്ട് വെച്ചു നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പതുക്കെ നടന്ന് അർക്കവിന്റെ വീടെത്താറായി. പ്രവാചക പ്രണയത്തിന്റെ തിരകൾ കൂട്ടുമുട്ടി. അലങ്കാര കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലേക്ക് ഓടിയെടുത്തുകൊണ്ട് നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, യാ സിദ്ദീഖ്, ചോദിച്ചോളൂ, എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ചോദിക്കാൻ ഒരൊറ്റ കാര്യം മാത്രമാണ് ഉണ്ടായത്. ഒരൊറ്റ കാര്യം. എന്താണത്? ഹബീബില്ലാഹി എൻ്റെ ഉമ്മാനെ രക്ഷയിൽ നയിക്കണേ അഖിലമേ പുണ്യ വഴിയതിൽ തഹ്ലീൽ അലയിൽ മികവിൽ സാക്ഷിയായി ഞങ്ങളെ പാവനമേ മെയ്തേനിൽ കൊടിയെന്തും പുണ്യരെ സ്വീകരിക്കണേ റസൂലേ, കരമുയർത്തണേ ഹബീബേ, സ്വീകരിക്കണേ റസൂലേ, കരമുയർത്തണേ ഹബീബേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ ഹബീബിനോട് ചോദിച്ചത് ഒരൊറ്റ കാര്യം മാത്രമാണ്. അല്ലാഹുവിൻ്റെ ഹബീബേ, എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് ലഭിക്കണം, എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് ലഭിക്കണം യാ റസൂലേ. അല്ലാഹുവിൻ്റെ ഹബീബ് ഇരു കരങ്ങളും കണ്ണുകളും ആകാശങ്ങളിലേക്ക് ഉയർത്തി. അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ ചുണ്ടുകൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്നു. അവിടെ യാഗ തക്ബീറിന്റെ ധ്വനികൾ അലയടിക്കാൻ തുടങ്ങി. കണ്ടു നിന്നവർക്ക് ആശ്ചര്യം അടക്കി പിടിക്കാനായില്ല. സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ നാളുകൾ അലയടിക്കാൻ തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് കൂടി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ശത്രുക്കൾക്ക് ഇതൊട്ടും സഹിച്ചില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രണയത്തിന്റെ മുമ്പിൽ ചരിത്രം പോലും കാലം പോലും മുട്ടുകുത്തി നിന്നു എന്നതാണ് വസ്തുത. നാദാ, ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര സുഗന്ധത്തിൽ ഒരല്പമെങ്കിലും നീ ഞങ്ങൾക്ക് നൽകണമേ. നിറുത്തട്ടെ സലാമോദി സ്തുതി മുഴുവൻ നിനക്കല്ലാഹ്, പൊറുത്തിടണേ പ്രിയവുകൾ ഗഫൂറായ പെരിയോനെ. നിറുത്തട്ടെ സലാമോദി സ്തുതി മുഴുവൻ നിനക്കല്ലാഹ്, പൊറുത്തിടണേ പ്രിയവുകൾ ഗഫൂറായ പെരിയോനെ. സ്വലാത്തുല്ലാഹ് സ്വലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സ്വലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഒരിക്കലും പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രണയത്തിന്റെ ദാഹം എന്ന പുസ്തകം താൽക്കാലികമായി ഞങ്ങൾ ഇവിടെ അടച്ചു വെക്കുകയാണ്. ദുആ വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.